ഇന്നത്തെ മാത്സ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ മോർ പെയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ബോക്സസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ പേപ്പർ സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ബോക്സിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിന്റെ പേപ്പർ സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഈ 2 ബോക്സിൽ നിന്നും ഓരോ പേപ്പർ സ്ലിപ്പ് വീതം എടുക്കുകയാണെങ്കിൽ അവ രണ്ടും ബോത്ത് ബീയിങ് ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ബോത്ത് ബീയിങ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 1 ഓഡ് ആൻഡ് 1 ഈവൻ, അറ്റ്ലീസ്റ്റ് 1 ഓഡ്, അറ്റ്ലീസ്റ്റ് 1 ഈവൻ, ഇങ്ങനെയൊക്കെ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ 2 ബോക്സിലും കൂടി നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ therefore ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് ഈക്വൽ ടു 50 ആണ് വരിക. 50 എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് ബോക്സിൽ 10 നമ്പേഴ്സും സെക്കൻഡ് ബോക്സിൽ 5 നമ്പേഴ്സും ആണെങ്കിൽ 10 into 5 ഈക്വൽ ടു 50 പെയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓഡും ഈവൻ ആണ് ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ 1 3 5 7 9 എന്ന് പറഞ്ഞിട്ട് 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 2 4 6 8 10 എന്ന് പറഞ്ഞ 5 ഈവൻ നമ്പേഴ്സും ഉണ്ട്. അതേപോലെ സെക്കൻഡ് ബോക്സിൽ 1 3 5 അങ്ങനെ 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 2 4 ഇങ്ങനെ 2 ഈവൻ നമ്പേഴ്സും ആണ് ഉള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് ബീയിങ് ഓഡ്, അതായത് എടുക്കുന്ന 2 പേപ്പർ സ്ലിപ്പുകളും ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ആണ്. അപ്പൊ 5 into സെക്കൻഡ് ബോക്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 3 ആണ്. അപ്പൊ 5 into 3 ഈക്വൽ ടു 15. അപ്പൊ ഇത്രയും പെയേഴ്സ് ഉണ്ടായിരിക്കും ബോത്ത് ബീയിങ് ഓഡ് വരുന്നത്. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 15 divided by 50 ആണ്. ഇനി ഇതേപോലെ ബോത്ത് ബീയിങ് ഈവൻ. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 5 ആണ്. ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ 2 ആണ്. 5 into 2 10. 10 പെയേഴ്സ് ആണ് ബോത്ത് ബീയിങ് ഈവൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10 by 50. ഇനി കാണാനുള്ളത് 1 ഓഡും 1 ഈവനും വരാനുള്ള പെയേഴ്സ് എത്രയെന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടെത്തുന്നത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തേതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബോത്ത് ബീയിങ് ഓഡ് വരുന്ന പെയേഴ്സും ബോത്ത് ബീയിങ് ഈവൻ വരുന്ന പെയേഴ്സും കൂടി ടോട്ടൽ 15 plus 10 25 പെയേഴ്സ് ഒഴിച്ച് ബാക്കി 50 എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കുമോ അതൊക്കെ എന്തായിരിക്കും? 1 ഓഡും 1 ഈവനും വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ 15 25 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 25 ആണ്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25 by 50 ആണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ ഫസ്റ്റ് ബോക്സിലെ ഓഡ് നമ്പേഴ്സിന്റെ എണ്ണം സെക്കൻഡ് ബോക്സിലെ ഈവൻ നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 into 2 10 വരും. അതേപോലെ ഫസ്റ്റ് ബോക്സിലത്തെ ഈവനും സെക്കൻഡ് ബോക്സിലെ ഓഡിന്റെ നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 into 3 വരും. അപ്പൊ 15 വരും. 15ഉം 10ഉം കൂടി ആഡ് ചെയ്താൽ 25 ആണ് കിട്ടുക. അങ്ങനെ വേണമെങ്കിൽ കണ്ടെത്താം. അല്ലെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത് ഈ 2 എണ്ണത്തിന് ഒഴിവാക്കിയിട്ട് ബാക്കി പെയേഴ്സ് എടുക്കുന്നതാണ്. ഇനി ഉള്ളത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണെങ്കിലും ഓഡ് വരണം, രണ്ടും എന്താവാൻ പാടില്ല? ഈവൻ വരാൻ പാടില്ല. അപ്പൊ ഈവൻ വരുന്ന പെയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ 10 പെയേഴ്സാ വരുന്നത്. അപ്പൊ 50 ഔട്ട് ഓഫ് 50ല് 10 പെയേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര പെയേഴ്സ് വരുന്നുണ്ട്? 40 പെയേഴ്സിൽ ഏതായിരിക്കും? അറ്റ്ലീസ്റ്റ് 1 ഓഡ് വരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 40 by 50 ആണ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ. അറ്റ്ലീസ്റ്റ് 1 ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എന്തായിരിക്കണം? ഒരെണ്ണെങ്കിലും എന്താവാം?
ഈവൻ ആവണം. അതന്നെ അർത്ഥം രണ്ടും ഈവൻ ആയതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്ത് വരാൻ പാടില്ല? രണ്ടും ഓടാവാൻ പാടില്ല. അപ്പൊ രണ്ടും ഓട് വരുന്ന കേസ് എന്ന് പറയുന്നത് ഇതിലത്തെ 15 പെയർസ് ആണ്. അപ്പൊ ഔട്ട് ഓഫ് 50 15 പെയർസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 35 ആയിരിക്കും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 35/50 ആയിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത മറ്റൊരു പ്രോബ്ലം ആണ്. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, what is the probability of both being ripe, both being unripe, one ripe and one unripe, at least one ripe, at least one unripe? നേരത്തെ അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ ഇവിടെ എന്താണ്? മാംഗോസിന്റെ കാര്യമാണ്. അതായത് റൈപ്പ് മാംഗോയും അൺറൈപ്പ് മാംഗോയിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ബോക്സിൽ മൊത്തം 50 മാംഗോസ് ഉണ്ട്. അതിൽ 20 അൺറൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ റൈപ്പ് അവിടെ എത്ര ഉണ്ടായിരിക്കും? 30 ഉണ്ടായിരിക്കും. അതേപോലെ വേറൊരു ബോക്സിൽ 40 ആണ് ടോട്ടൽ മാംഗോസ് ഉള്ളത്. അതിൽ 15 അൺറൈപ്പ് ആണ് ഉള്ളത്. അപ്പൊ റൈപ്പ് മാംഗോസ് അവിടെ ഉണ്ടായിരിക്കുക 25. ക്ലിയർ? അപ്പൊ ഇവിടെ ഇതിൽ 50 കറക്റ്റായി, ഇതിൽ 40യും കറക്റ്റായി. ഇനി നമുക്ക് കാണേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതിലത്തെ നമ്പറും ഇതിലത്തെ നമ്പറും കൂടി ടോട്ടൽ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 50 × 40. 50 × 40 ചെയ്യുക. 50 × 40 ചെയ്താൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 2000 ആണ്. ഇനി ബോത്ത് ബീയിങ് റൈപ്പ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ എത്ര റൈപ്പ് ഉണ്ട്, ഇതിൽ എത്ര റൈപ്പ് ഉണ്ട് നോക്കുക. അപ്പോ ഫസ്റ്റ് വണ്ണിൽ 30യും സെക്കൻഡ് വണ്ണിൽ 25ഉം അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ആണ്. 750 ആണ്. 750 പെയർസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 750 ഡിവൈഡഡ് ബൈ 2000. ഇനി ബോത്ത് ബീയിങ് അൺറൈപ്പ്. അപ്പൊ ഇതിലത്തെ അൺറൈപ്പ് നോക്കുക. 20 × ഇതിലത്തെ അൺറൈപ്പിന്റെ നമ്പേഴ്സ് നോക്കുക. 20 × 50 300. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 2000. ഇനി 1 റൈപ്പ് ആൻഡ് 1 അൺറൈപ്പ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് അത് ടോട്ടൽ 2000 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 1050 ആണ് കിട്ടുക. അത് 2000 സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 950 ആണ്. അപ്പൊ 950 ബൈ 2000 ആയിരിക്കും 1 റൈപ്പും 1 അൺറൈപ്പും ആവാനുള്ള പ്രോബബിലിറ്റി. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ്. ഒരെണ്ണെങ്കിലും റൈപ്പ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ ഏതാ ഒഴിവാക്കേണ്ടത്? അൺറൈപ്പ് അവിടെ നിന്നും ഒഴിവാക്കുക. ബോത്ത് ബീയിങ് അൺറൈപ്പ് വരുന്നത് എത്രയാണ്? 300 ആണ് അല്ലെ? അപ്പൊ ഈ 300 2000 നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് 2000ൽ നിന്ന് 300 ഒഴിവാക്കുക. അപ്പൊ ബാലൻസ് വരുന്നത് 1700. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1700 ഡിവൈഡഡ് ബൈ 2000. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 അൺറൈപ്പ്. അപ്പൊ ഒരെണ്ണെങ്കിലും അൺറൈപ്പ് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് രണ്ടും റൈപ്പ് വരുന്ന കേസ് ഒഴിവാക്കുക. രണ്ടും റൈപ്പ് വരുന്നത് എത്രയാണ്? 750 പെയർസ് ഉണ്ട്. ഇതാണ് 750 പെയർസ് ആണ്. രണ്ടും എന്ത് വരുന്നത്? റൈപ്പ് വരുന്നത്. അപ്പൊ 2000ൽ നിന്ന് 750 ഒഴിവാക്കുക. അപ്പൊ നമുക്ക് വരുന്നത് 1250 ആണ് കിട്ടുക. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1250 ഡിവൈഡഡ് ബൈ 2000. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 78 പ്രോബ്ലംസ് ആണ്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 10th A 10th B എന്ന് പറഞ്ഞ 2 ക്ലാസ്സസ് ഉണ്ട്.
ആ ക്ലാസ്സസിൽ ഉള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബബിലിറ്റീസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാട്ടിലും കൂടുതലായിട്ട് അതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കണ്ടെത്താം. അപ്പൊ ഇവിടെ 10th Aയില് 30 ബോയ്സും 20 ഗേൾസും ഉള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10th A 50 ആണ്. 10th Bയില് 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. അപ്പൊ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 50 × 40 ചെയ്യുക. 50 × 40 ചെയ്താൽ നമുക്ക് കിട്ടുക 2000 പേഴ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ബോത്ത് ബീയിങ് ബോയ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിലും ബോയ്സിന്റെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 30 × 50 450 ആണ് വരിക. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 450/2000. ഇനി ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറയുമ്പോൾ രണ്ടിലും ഗേൾസുകളുടെ നമ്പേഴ്സ് നോക്കുക. ഫസ്റ്റില് 20യും സെക്കൻഡ് വണ്ണിൽ 25ഉം ആണ്. അപ്പോൾ ടോട്ടൽ അവിടെ 500 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 500/2000. ഇനി 1 ബോയും 1 ഗേളും വരാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ രണ്ട് പോസിബിൾ പെയേഴ്സിനെ ഒഴിവാക്കാം. അതായത് ഈ പെയേഴ്സ് പറയുമ്പോൾ 950 പെയേഴ്സ് വരും 2000-ല്. അപ്പൊ 2000-ൽ നിന്ന് 950 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോ 1050 ആണ് വരിക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1050/2000. ഇനി അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ബീയിങ് ഗേൾസിന്റെ പെയേഴ്സിനെ ഒഴിവാക്കുക. അപ്പൊ ഗേൾസിന്റെ പെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 500 ആണ്. അപ്പൊ 2000-ൽ നിന്ന് 500 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1500 ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1500/2000. ഈ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറയുമ്പോൾ രണ്ടും ബോയ്സ് വരുന്ന പെയേഴ്സ്, അതായത് 450-നെ 2000-ൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ 2000 - 450 എത്ര വരും? 1550. 1550/2000. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. One is asked to say a 2-digit number. First question, what is the probability of both digits being the same? Second question, what is the probability of the first digit being larger? Third question, what is the probability of the first digit being smaller? ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് എത്രയാണ്? 90 ആണുള്ളത്. 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ആ 2 ഡിജിറ്റ് നമ്പേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 90 എഴുതി. ഇനി നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ൽ നിന്നാണ്. അപ്പൊ 10. അപ്പൊ ഞാൻ ഇങ്ങനെ ആ നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് 1 മുതൽ 9 വരെയും 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ 0 മുതൽ 9 വരെയും. അപ്പൊ നമുക്ക് ആ 2 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെ ഫോം ചെയ്യുക? 10, 11, 12, 13, 14 ഈ 1 വെച്ചിട്ട് 15, 16, 17, 18, 19 അങ്ങനെ അതേപോലെ 20, 21, 22, 23 അങ്ങനെ നമുക്ക് എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സും ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സും ഇപ്പൊ എഴുതാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം. ഈ 2 ഡിജിറ്റ് നമ്പേഴ്സില് ബോത്ത് ഡിജിറ്റ്സും സെയിം ആയിട്ട് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നോക്കണം ആദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം 11, 22, 33, 44, 55, 66, 77, 88, 99 ഇത്രയും ഉണ്ട് 2 ഡിജിറ്റ്സും സെയിം ആയിട്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം എന്ന് പറയുന്നത് 9 നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 9 /
ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 ആണ്. അപ്പൊ 9/90 ആണ് അതിന്റെ ആൻസർ വരിക. ഇനി ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്തണം. അപ്പൊ അത് കണ്ടെത്താൻ നമുക്ക് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നോക്കാം. ഈ 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആണ്, സെക്കൻഡ് ഡിജിറ്റ് സ്മോളറും ആണ്. അപ്പൊ 10 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 11 വരുമ്പോൾ അത് ഈക്വൽ ആയി, പിന്നെ 1 2 അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് ആണ് അവിടെ ലാർജർ വരുന്നത്. അപ്പൊ നമുക്ക് 1 വെച്ചിട്ട് ഒറ്റ നമ്പറേ വരുന്നുള്ളൂ അല്ലെ, ഒറ്റ നമ്പർ മാത്രമേ വരുന്നുള്ളൂ. ഏതാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്? ആ 10 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിൽ ഓൺലി 1 നമ്പർ, അതായത് 10 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഫസ്റ്റ് ഇതിൽ നമുക്ക് 1 നമ്പർ കിട്ടി. ഇനി 20 മുതൽക്ക് നോക്കുക. അപ്പൊ 20 21 എന്ന് പറയുമ്പോൾ 2021. അപ്പൊ ഇതില് ഫസ്റ്റ് ഡിജിറ്റ് ലാർജറാ വരുന്നത് അല്ലെ, 2021. അപ്പൊ രണ്ടെണ്ണം അവിടെ ലാർജർ ആയിട്ട് കിട്ടുന്നുണ്ട്. 20 മുതൽക്ക് 29 വരെ 2 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് 2 നമ്പേഴ്സ് കിട്ടും. അതേപോലെ തേർഡിൽ നോക്കുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് കിട്ടും. അങ്ങനെ 4ല് അതായത് 40 41 അങ്ങനെ നോക്കുമ്പോൾ 4 നമ്പേഴ്സ് വരും. അങ്ങനെ നമുക്ക് ഏത് വരെ വരും? 98 വരെ വരും. അതായത് അങ്ങനെ 8 നമ്പേഴ്സ് വരെ, 8 9 98 വരുമ്പോഴേക്കും അവിടെ 9 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 90 91 92 93 അങ്ങനെ 98 വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നമുക്ക് 8 നമ്പേഴ്സ് കിട്ടും ആ സെറ്റിൽ നിന്ന്. അപ്പൊ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടാൽ മതി നമുക്ക് അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്താൻ. അപ്പൊ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണത്? സം ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്ന ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യത്തേല് 1 നമ്പർ, സെക്കൻഡ് കേസിൽ 2 3 അങ്ങനെ 9 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടാൽ മതി. അപ്പോ എന്നിന്റെ പ്ലേസിൽ നമ്മൾ 9 എന്ന് കൊടുക്കുമ്പോൾ 9 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 9 പ്ലസ് 1 10 വരും by 2 ഈക്വൽ ടു 90/2 ഈക്വൽ ടു 45. അപ്പൊ 45 നമ്പേഴ്സ് ആണ് ഈ 90 നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്തായിട്ട് വരുന്നത്? ലാർജർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 45/90 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം. അപ്പോ 11 എടുക്കാൻ പറ്റില്ല, കാരണം ഈക്വൽ ആവും. അപ്പൊ 12 13 14 15 16 17 18 19 വരെ എടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് 8 നമ്പേഴ്സ് കിട്ടും. ഇനി 2 വെച്ചിട്ട് നോക്കുമ്പോൾ 2നെക്കാട്ടിലും ലാർജർ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഈ 2 നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല. 21 21ഉം 22 എടുക്കാൻ പറ്റില്ല. 23 മുതൽക്കാണ് തുടങ്ങുക. അപ്പൊ 1 2 3 4 5 6 7 നമ്പേഴ്സ് കിട്ടും. ഇനി 3 വെച്ചിട്ടാണെങ്കിൽ 34 മുതൽക്കാണ് കിട്ടുക. 34 35 36 അങ്ങനെ. അപ്പൊ അവിടെ 6 നമ്പേഴ്സ് വരും. അങ്ങനെ ലാസ്റ്റ് 8 വെച്ചിട്ട് ചെയ്യുമ്പോൾ 89 മാത്രം ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയിട്ട് വരുമ്പോൾ 8 7 6 എക്സെട്ര 1. അത് നേരെ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 1 + 2 ഈ നമ്പേഴ്സിന്റെ സമ്മ് കാണുക എന്ന് പറയുമ്പോൾ 1 + 2 + 3 + എക്സെട്ര +8 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടാൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ സമ്മ് കാണാനുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് സമ്മ് കണ്ട പോലെ സം ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ഈക്വൽ ടു 8 നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. അപ്പൊ 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2 72/2 ഈക്വൽ ടു 36 ആണ്. 36 നമ്പേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയിട്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 36 ഡിവൈഡഡ് ബൈ 90. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Each 2-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number drawn is a prime number? What if 3-digit numbers are used instead? അതായത്
നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ എടുത്തൊരു ബോക്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ഒരു പേപ്പർ സ്ലിപ്പ് എടുക്കുമ്പോൾ ആ പേപ്പർ സ്ലിപ്പിൽ വരുന്ന നമ്പേഴ്സ് കിട്ടുന്ന ആ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നമ്പേഴ്സുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കണം, ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അതിന്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അതേപോലെ 3 ഡിജിറ്റ് നമ്പറിന്റെ കേസിൽ നമുക്ക് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം അറിയേണ്ടത്, നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ആണ്. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് 900 ആണ് വരിക. അതായത് ഫസ്റ്റ് 1 മുതൽ 99 വരെയുള്ള നമ്പറും അതേപോലെ 1000 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നത് 900 ആണ് വരുന്നത്. അപ്പൊ അതവിടെ കണ്ടുവച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The product of the digits of a number drawn is a prime number in 2 digit numbers. അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിലെ ആ ഡിജിറ്റ്സുകളുടെ പ്രൊഡക്റ്റ് എന്ത് വരണം, പ്രൈം നമ്പേഴ്സ് വരണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്? 2 ഫസ്റ്റ് പ്രൈം നമ്പർ ആണ്, 3, 5, 7. ഇത്രയാണ് 1 മുതൽ 10 വരെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് നമുക്ക് കിട്ടണം, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 2 ഡിജിറ്റ് നമ്പർ നമുക്ക് എടുത്ത് നോക്കാം, 12. ഈ 12ന്റെ ഡിജിറ്റ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക, അതായത് 1 into 2 ചെയ്താൽ നമുക്ക് 2 കിട്ടും. ഇനി അടുത്ത് 13 എടുത്തു. 13 എടുക്കുമ്പോഴും 1 into 3 ചെയ്താൽ 3 വരും. ഇനി നമ്മൾ 15 എടുക്കുകയാണ്. അപ്പൊ 1 into 5 ചെയ്താൽ 5 കിട്ടും. നെക്സ്റ്റ് 17 എടുത്തു. 1 into 7 equal to 7. ബാക്കിയുള്ള നമ്പേഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രൈം നമ്പർ അല്ല കിട്ടുക, വേറെ നമ്പേഴ്സാണ് കിട്ടുക. അപ്പൊ പ്രൈം നമ്പേഴ്സ് വരുന്നത് ഈ കേസിൽ നമുക്ക് ഏതൊക്കെയാണ്? ഈ 2, 3, 5, 7 എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സിനെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രൈം നമ്പർ തന്നെ കിട്ടുക, പ്രൊഡക്റ്റ് പ്രൈം നമ്പർ തന്നെ കിട്ടുക. അപ്പോ നമുക്ക് ആദ്യത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 12, 13, 15, 17 കിട്ടി. ഇനി അതേപോലെ നമുക്ക് ഈ നമ്പേഴ്സ് നേരെ തിരിച്ചു എഴുതാമല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 21, 31, 51, 71. അപ്പൊ ടോട്ടൽ നമുക്ക് ഈ കേസിൽ വരുന്ന, അതായത് പ്രൊഡക്റ്റ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് എത്ര നമ്പേഴ്സ് ഇവിടെ വരുന്നുണ്ട്? 8 നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 8 divided by 90 ആണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സിലും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കിട്ടണത് ഈ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം, ഈ പ്രൈം നമ്പേഴ്സ് തന്നെ വരണം. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ 3 ഡിജിറ്റ് നമ്പേഴ്സിലെ ഒരു ഡിജിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള 2 ഡിജിറ്റ്സും എന്ത് വരണം? 1 വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടുള്ളൂ, പ്രൈം നമ്പേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? 1, 1, 2, 1, 1, 3, 1, 1, 5, 1, 1, 7. ഇനി ഡിജിറ്റ് മാറ്റി കൊടുക്കുക, നടുവിലേക്ക് ആക്കുക. 1, 2, 1, 1, 3, 1, 1, 5, 1, 1, 7, 1. ഇനി നേരെ തിരിച്ച് ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 2, 1, 1, 3, 1, 1, 5, 1, 1, 7, 1, 1. ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷനിൽ വരുന്ന നമ്പേഴ്സ്. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? 12 നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 12 divided by ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് 900 ആണ്. അപ്പോൾ 12 by 900. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. 2 dice with faces numbered from 1 to 6 are rolled together. What are the possible sums? Which of these sums has the maximum probability? അപ്പൊ ഇവിടെ നമുക്ക് 2 ഡൈസ് ആണ്. ഡൈസിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡൈസിൽ നമുക്കറിയാം ഓരോ ഫേസിലും 1, 2, 3, 4, 5, 6 വരെയുള്ള ഡോട്ട്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതില് ഫസ്റ്റ് ഡൈസ് എന്ന് പറയുമ്പോൾ അതില് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. സെക്കൻഡ് ഡൈസിലും അതേപോലെ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലും 6 ആണ്, ഇതിലും 6 ആണ്.
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 6 into 6 = 36 ആണ്. ഇനി നമ്മൾ അതിന്ന് ആ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എങ്ങനെയൊക്കെ വരാം. പെയേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് മൊത്തം 1 1 1 2 1 3 1 4 1 5 1 6 അങ്ങനെ 6 വരെ 36 പെയേഴ്സ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ പെയേഴ്സിന്റെ സമ്മുകള് ഏതൊക്കെ വരാം എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്പേഴ്സ് എടുക്കുക. 1 1 എടുക്കുമ്പോൾ ആ നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കിട്ടുക 2 ആണ്. പിന്നെ ഈ രണ്ട് കേസ് എടുക്കുമ്പോഴും അതിന്റെ സമ്മ് വരുന്നത് 3 ആണ്. ഈ കേസിൽ നമുക്ക് 4 ആ വരുന്ന സമ്മ്. ഈ കേസിൽ എല്ലാ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും 5 വരും. ഇവിടെ 6 വരും, 7 8 9 10 11 12. അപ്പോൾ നമുക്ക് ആ സമ്മ് വരുന്നത് 2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് സമ്മായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് സമ്മിനാണ് മാക്സിമം പ്രോബബിലിറ്റി ഉള്ളത് എന്ന്. 2 മുതൽ 9 വരെയുള്ള സംസിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഏത് സമ്മിനാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 2 വരുന്ന എത്ര പെയേഴ്സ് ഉണ്ട്. 2 വരുന്നത് ഒരൊറ്റ പെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി വരിക 1/36 ആണ്. ഇവിടെ 3 വരുന്നത് 2 പെയേഴ്സ് ആണുള്ളത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/36 ആയിരിക്കും. സമ്മ് 4 വരുന്നത് 3 പെയേഴ്സ് ആണുള്ളത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 3/36 വരും. 5ന്റെ സമ്മ് വരുന്നത് 4 പെയേഴ്സ് ആ വരുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 4/36 വരും. സമ്മ് 6 വരുന്ന 5 പെയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 5/36 ആണ് വരിക. സമ്മ് 7 വരുന്നതിന്റെ പ്രോബബിലിറ്റി വരുന്നത് 6/36 ആണ്. വീണ്ടും 8 വരുമ്പോൾ വീണ്ടും കുറയാണ്. വീണ്ടും 5/36 വരും. 9 വരുമ്പോൾ 4/36 വരും. 10 വരുമ്പോൾ 3/36 വരും. 11 വരുമ്പോൾ 2/36 വരും. 12 വരുമ്പോൾ 1/36 വരും. അപ്പൊ മാക്സിമം സമ്മ് നമുക്ക് വരുന്നത് 7ലാണ്. നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി മാക്സിമം പ്രോബബിലിറ്റി സമ്മ് 7 വരുമ്പോഴാണ്. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/36 ആണ്. Therefore we can say that sum 7 has maximum probability. ഇത്രയാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഉള്ള പ്രോബ്ലംസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെയും എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നുണ്ട്. ഇനി പ്രോബബിലിറ്റിയിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലത്തിന്റെ വീഡിയോ പിന്നീട് ഞാൻ അയക്കുന്നതാണ്. See you in the next class. Thank you.